ഉറൂസിന് ഞാൻ മുത്തുപേട്ടയ്ക്ക് ഞാൻ പോയി ഒരുപാട് ദിവസം. അൽഹംദുലില്ലാ, അള്ളാഹു അവിടുത്തെ മഹാനിൻ്റെ സംരക്ഷണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഞാൻ അവിടെ പോയി ഇങ്ങനെ ഒരിക്കൽ ഉറൂസിന് പോയപ്പോൾ പ്രസംഗിക്കാൻ, തമിഴ്നാടാ, പ്രസംഗിക്കാൻ സമയം കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മുത്തുപേട്ടയിൽ പോയിട്ടുള്ളവർക്കറിയാം, ആ പള്ളിയുടെ ബാക്ക് സൈഡിൽ മക്കാമിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു കുളമുണ്ട്. അത്രയും വീതി കാണും, ഒരു വലിയ കുളമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ പോകുന്നവർ, ഇങ്ങനെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നവർ, അവിടെ നിന്ന് അല്പം വെള്ളം കുടിക്കണം, ഒന്ന് കുളിക്കണം, വെള്ളം കുടിക്കണമെന്നാണ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ തോന്നില്ല. ആ വെള്ളത്തിൽ ഇറങ്ങി കുടിക്കണം, കുളിക്കാൻ തോന്നില്ല. കാരണം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ചകൾ അത്രയും സങ്കടകരമായ കാഴ്ചയാണ്. മലമൂത്ര വിസർജനം നടത്തുന്നവരെ കാണാം, കാർക്കിച്ച് തുപ്പുന്നവരെ കാണാം, എല്ലാം അതിനകത്ത് അങ്ങനെ ആ അവസ്ഥയാണ്. പക്ഷെ ആ വെള്ളമാണ്, ആ വെള്ളത്തിലാണ് കുളിക്കാൻ പറഞ്ഞത്, ആ വെള്ളത്തിൽ നിന്നാണ് ഒരല്പം കുടിക്കാൻ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് ഞാൻ ചിന്തിച്ചു നോക്കിയത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്നത് വേണമെങ്കിൽ കുടിച്ചാൽ മതി. എന്നോട് ആരെങ്കിലും പറഞ്ഞു അവിടെ ഒന്ന് കുടിക്കാൻ? ചോദ്യം അതാ. ഞാൻ ചോദിച്ചു, അവിടെ ഇരുന്നവരോട് ചോദിച്ചു, ആരൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ട്? ആരുമില്ല. എടാ, നിനക്ക് രോഗം മാറണമെങ്കിൽ നീ എവിടെല്ലാം പോയി എന്തെല്ലാം കുടിക്കും? നമ്മളാരൊക്കെ, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യും. വിശ്വാസം എന്ന് പറയുന്നത് അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില വിശ്വാസപരമായ കാര്യങ്ങൾ അതൊരു പരീക്ഷണമാണ്. നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നോക്കുമ്പോൾ അത് അഴുക്കായിരിക്കാം, പക്ഷേ വിശ്വാസമുണ്ടെങ്കിൽ ഇതിലുണ്ടോ? ഒന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാ, അവരുടെയൊക്കെ പദവികൾ എന്താ, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിലേക്കൊന്ന് ഇറങ്ങി നോക്കണം. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, സദക്ക കൊടുത്തിട്ട് വേണം നമ്മുടെ രോഗങ്ങളെ നമ്മൾ ചികിത്സിക്കാൻ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹു ഭയം തരും, പട്ടിണി തരും, ദാനനഷ്ടം വരും, ജീവനഷ്ടം വരും, വിഭവം നിങ്ങളെ നഷ്ടപ്പെടുത്തും എന്നിവ മുഖേന ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ഫീ നഫ്സിഹി വ ബലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹു വ മഅലാ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും തൻ്റെ ശരീരത്തിലും സമ്പത്തിലും സന്താനത്തിലും പരീക്ഷണമുണ്ടായിക്കൊണ്ടിരിക്കും. അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അപ്പോൾ അതാ യാതൊരു തെറ്റുമുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സർവ്വ നഷ്ടങ്ങളും അള്ളാഹു നിനക്ക് തരും. പക്ഷേ ഈ നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ക്ഷമിച്ചിട്ട് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ പാവങ്ങൾ ചെയ്യാത്തവനെ പോലെ അള്ളാഹുവേ ഒരു തെറ്റും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അവൻ അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കുന്നത് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. സത്യവിശ്വാസി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ അവന് കഴിയുകയില്ല. കാരണം ആത്മഹത്യ ചെയ്യുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ചെയ്യുന്നതിലൂടെ അവരുണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ? പരീക്ഷണത്തിൽ അവന് പരാജയപ്പെട്ടു പോകല. പടച്ചവനെ, കടം വരുമ്പോ എങ്ങനെയെങ്കിലും കടം വീട്ടണമല്ലോ. കടം ജീവിതത്തിലുണ്ട്. ആരോ ഒരാളെന്ന് പറഞ്ഞു, ഷിഹാബുക്കാന്ത് ആരോ ഒരാൾ പറഞ്ഞു, ഉസ്താദ് എനിക്ക് 1 കോടി രൂപയുടെ കടമുണ്ടെന്ന്. എന്നിട്ട് ചിരിക്കണം മുഖത്തോന്ന്. എൻ്റെ പൊന്നാര ചങ്ങാതി, കടമുണ്ടെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത കടത്തിന് പരിഹാരമാവോ? പെണ്ണും പിള്ളയും മക്കളുടെ കാര്യം പോയി, അത്രയേ ഉള്ളൂ. നീ അങ്ങ് പോകും പള്ളിക്കുടിയിൽ, നിന്റെ ഭാര്യയും മക്കളുടെയും വീടിൻ്റെ മുന്നിൽ പൈസയ്ക്ക് വേണ്ടി ആള് വന്നിരിക്കുക, അപ്പം പരിഹാരമല്ല. അള്ള എന്തേ പറഞ്ഞ്, എടാ നിനക്ക് കടമുണ്ടോ? കടമുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ ഞാൻ നിന്റെ കടം വീട്ടി തരും. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിനക്ക് സാമ്പത്തികമായി കടമുണ്ടെങ്കിൽ
ആ കടം വീട്ടണം, എനിക്ക് കടമുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഇത് വീട്ടണം എന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ, ആ ഓർമ്മ നിനക്കുണ്ടെങ്കിൽ അള്ളാഹു വീട്ടി തരും നിന്റെ കടം. കടമുണ്ട്, ഞാൻ വീട്ടൂല, ഞാൻ കൊടുക്കൂല, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് വായി നോക്കി നടന്ന റബ്ബ് കൈവിടും. അത്രയേ ഉള്ളൂ. ആത്മഹത്യ ചെയ്താൽ നിന്റെ പെണ്ണും പിള്ളയും മക്കളുടെയും സമാധാനം കൂടെ പോകും. ഒരിക്കലും പരിഹാരമല്ല, അത് പരാജയപ്പെടല. ആ പരീക്ഷണത്തിന്റെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു രോഗം വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് തൂങ്ങിയ, എന്നാ മനസ്സിലാക്കേണ്ടത് എന്താ? മരിക്കേണ്ട സമയത്തെ മരിക്കൂ. രോഗം വന്നാലും വന്നില്ലെങ്കിലും മരിക്കൂലേ? എന്തുകൊണ്ടാ മരിക്കൂ? ഭാഷക മരിക്കൂ? മരിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞാൽ രോഗം വല്ലതും വേണോ? ഒരു രോഗവും വേണ്ട. എത്രയോ ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോ, കൊണ്ടുപോക്കോ, ഇപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള പലരും. എന്നാൽ വാപ്പാൻ ആശുപത്രി കൊണ്ടുപോയ മോനോ, ഓൻ താഴെ കിടക്കുന്നുണ്ട്. അള്ളാഹു കബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. വാപ്പ ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോക്കോളാൻ, കൊണ്ടുപോകാൻ പറഞ്ഞവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ആശുപത്രി കൊണ്ടുപോയവൻ കബറും കാട്ടി കിടക്കുന്നുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. അതാ കവി പറഞ്ഞത്, തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആസ ദഹ്റൻ അലാ ദഹ്രി. കവി പറയുകയാ, എത്രയോ ആരോഗ്യമുള്ളവരുണ്ടായിരുന്നു, നിന്ന നിപ്പിന് വീണ് മരിച്ചുപോയി. പക്ഷെ മരിക്കൂന്ന് പറഞ്ഞ കടന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടമല്ല, ആ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോകല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. ഈ ഭൂമുഖത്ത് വന്ന 100,000-ൽ പരം വരുന്ന പ്രവാചകന്മാരും അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളും ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുക. വിശ്വാസികൾക്ക് ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തമാശയ്ക്ക് പോലും ഞാൻ ഇപ്പൊ ചത്തുകളയെന്ന് പറയാൻ പറ്റൂല. ബോധമുള്ളവൻ പറയോ? ഈമാനുണ്ടോ ഇല്ലെന്നല്ല, ഒരു വിശ്വാസി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ എന്ന് പറയുന്ന വാക്ക് അവൻ്റെ നാവിൽ നിന്ന് വരൂല. കാരണം അള്ളാഹുവിൻ്റെ ദീൻ, ഖുർആൻ, ഹദീസ്, ചരിത്രങ്ങൾ ഇത് മുഴുവനും പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരുത്തനും ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുക പോലുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ദീൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, എടാ നിന്നെ ഞാൻ പരീക്ഷിക്കും, നിന്റെ മക്കളെ മരിപ്പിക്കും, നിനക്ക് കടം തരും, നിന്റെ കച്ചവടം ഞാൻ പൊളിക്കും, നിന്റെ സർവ്വതും ഞാൻ നഷ്ടപ്പെടുത്തും, നിന്നെ ഒന്നുമില്ലാത്തവനാക്കും, നിന്റെ മക്കളെ വരെ ഞാൻ മരിപ്പിക്കും. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നിന്റെ ഈമാൻ ഉറച്ചതാണോ എന്ന് നിന്നെ അളക്കാനാണ്. അല്ല പറയാ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് നീ എന്നെ വിശ്വസിക്കുന്നവനാണെന്ന് പറയുന്നുണ്ട്. ഈമാൻ അത് ഹൃദയം കൊണ്ടാണോ നാവ് കൊണ്ടാണോ, ഈമാൻ ഉറച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിന്നെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നിനക്ക് തരും. നീ പരാജയപ്പെട്ടു പോകരുത്, നീ ക്ഷമിക്കണം, നീ സഹിക്കണം. എൻ്റെ മുന്നിൽ വരുമ്പോൾ ഒരു പാപവും ചെയ്യാത്തവനെ പോലെ സ്വർഗത്തിൻ്റെ അവകാശിയായി നീ എന്നെ കണ്ടുമുട്ടും എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. ഒന്നാമത് വേണ്ടത് ഇതാ. രണ്ടാമതായിട്ടോ അള്ളാഹുവിന്റെ ഖലായിലും ഖദറിലുമുള്ള വിശ്വാസമാണ്. ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചു തരുന്ന, ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ,
അവന് രോഗം ബാധിക്കും, അവന് എന്താ പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു വരും. ഇതൊക്കെ മുമ്പുള്ളവർക്കും വന്നത് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി വരാനിരിക്കുന്നവർക്കും കടന്നു വരുന്നതാണ്. അതുകൊണ്ട് നീ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ കതബല്ലാഹു മകാദിറൽ ഖലായികി ഖബല അൻ യഖ്ലുഖ السماوات والأرض ب50 ألف سنة. ഈ ഒരൊറ്റ ഹദീസ് നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്ക്. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നവര്, ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നവര്, മരണം കൊണ്ട് സർവ്വതും അവസാനിക്കുമെന്ന് കരുതുന്നവര്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് അല്ലാഹു സൃഷ്ടികളുടെ മിഖ്ദാറുകൾ, അളവ് തോതുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഭൂമിയെ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ അളവ് തോത് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് നബിയിന റസൂലുള്ളാഹി. ഈ ലോകം സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് തന്നെ സിറാജിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യം അല്ലാഹ് തീരുമാനിച്ചു കഴിഞ്ഞു, അളന്ന്. പിന്നെ ഞാൻ എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ മനസ്സിലാക്കേണ്ടത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖുർആൻ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഭൂമിയിൽ നിങ്ങളുടെ അവിടുന്ന് ഖുർആൻ പറയുകയാ, നിങ്ങളെ ഞാൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നതിന്റെ ആശയം. അതുകൊണ്ട് ഇവിടുത്തെ ജീവിതം അത്ര എളുപ്പത്തിലല്ല എന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ ഇങ്ങനെ മുൻകൂട്ടി രേഖപ്പെടുത്തിയത്? അല്ലെങ്കിൽ ഈ വസ്തുക്കൾ ജനങ്ങളെ അറിയിച്ചത് എന്തിനു വേണ്ടിയാ? അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു പറയുകയാണ്, لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختار فخور. എന്തിനു വേണ്ടിയാണ് അല്ലാഹു ഇങ്ങനെ നിശ്ചയിച്ചത്? ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ പെട്ടെന്ന് മക്കൾ മരിച്ചു പോകുമ്പോൾ വിളിച്ചുകൂവി നിലവിളിക്കാനല്ല. ഇത് റബ്ബ് മുൻകൂട്ടി തീരുമാനിച്ചതാ. ഇത് റബ്ബിന്റെ തീരുമാനമാ. വൽ ഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നമുക്ക് ചിന്തിക്കേണ്ടതാ, ഈമാൻകാരി എത്ര എണ്ണം ഉണ്ട്? ഞാൻ ഇറങ്ങി ഇപ്പോൾ പോകും എങ്ങോട്ടെങ്കിലും. ഈമാൻകാരി എത്ര എണ്ണം ഉണ്ട്? 6 5 അല്ലേ? 7. ഈമാൻകാര്യത്തിൽ ഒന്നാമത്തത് എന്താ? മദ്രസയിൽ തുടങ്ങാം. ഒന്നാമത്തെ എന്താ? 2 ഏതെങ്കിലും ഒന്നി എല്ലാവരും കൂടെ ഒരുമിക്ക്. ഒന്നി മുറുസല് അല്ലെങ്കിൽ മലക്ക്. 3 4 5. സുബ്ഹാനല്ലാഹ്. ഈമാൻകാരി 6 എണ്ണം ഉണ്ട്. 1 അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, 2 അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, 3 അള്ളാഹുവിൻ്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, 4 അള്ളാഹുവിൻ്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, 5 പള്ളിക്കുഴി കൊണ്ടുവെക്കുന്നൊരു ദിവസം ഉണ്ടെന്ന് വിശ്വസിക്കുക, അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിക്കുക, 6 അള്ളാഹയെ വിശ്വാസമുണ്ട്, അള്ളാഹിൻ്റെ മലക്കുകളെ വിശ്വാസമുണ്ട്, അള്ളാഹുവിൻ്റെ ഖുർആനിൽ വിശ്വാസമുണ്ട്, മുർസലീങ്ങളിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. ഇല്ലേ? 6ാമത്തെ കാര്യത്തിൽ വിശ്വാസമില്ല.
ആറാമത്തെ കാര്യത്തിനെന്തേ? വൽ ഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ഷർറും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, സന്തോഷവും ദുഃഖവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, രോഗവും ആരോഗ്യവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, സമ്പത്തും സമ്പത്തില്ലായ്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്. ഇത് വിശ്വസിച്ചാലേ നീ ഈമാനുള്ളവനാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5 വിശ്വാസമുണ്ട്, 6 വന്നപ്പോൾ പൊട്ടി. 5 കാര്യത്തിൽ വിശ്വാസമുണ്ട്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ചാകാനും പിടിക്കാനും ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോൾ ഓടലല്ല, ഒളിച്ചോട്ടമല്ല. എടാ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഇതെൻ്റെ റബ്ബിൻ്റെ തീരുമാനമാ. ഇത് റബ്ബിൻ്റെ തീരുമാനമാണെന്നുള്ള ബോധം നമ്മൾക്കില്ലാതെ വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ എവിടെന്ന് പറയുന്നു ഈമാൻ കാര്യങ്ങളിൽ 6-മത്തത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. അവൻ്റെ മുൻനിശ്ചയം അനുസരിച്ചാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാ. അത് വിശ്വസിക്കുമ്പോഴാണ് അവൻ ഈമാനുള്ളവനാകുന്നത്, മുസ്ലിമാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ കാര്യം പോലും നേരെയാകാത്തവനെ കുറിച്ച് പിന്നെ എന്തു പറയാനാ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഈമാൻ ഉറയ്ക്കാതെ വരുമ്പോഴുണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ? അല്ലാഹുവേ, അവൻ്റെ അവസാനം മോശമായി പോകുന്ന അവസ്ഥയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ഈമാൻ കാര്യം ഉറയ്ക്കാത്തത് കൊണ്ടാ അവസാനവും മോശമായി പോകുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒന്നാമത് നീ ചിന്തിക്കേണ്ടത്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ടെസ്റ്റ് ചെയ്യാൻ, നിന്നെ പരീക്ഷിക്കാൻ ഞാൻ പലതും നിനക്ക് തരും. നീ തോറ്റുപോകാതെ പിടിച്ചു നിൽക്കണം. എങ്കിൽ എൻ്റെ മുന്നിൽ വരുമ്പോൾ പാപങ്ങൾ പൊറുത്തവനായി നീ എൻ്റെ അടുക്കൽ വരും. 2, എടാ, എൻ്റെ തീരുമാനമാണ് ഖൈറും ഷർറും. അത് നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ ക്ഷമിക്കാൻ നീ തയ്യാറാകുക. എങ്കിലേ നിനക്ക് രക്ഷയുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, ജീവിതത്തിൽ എന്തു തന്നെ പ്രതിസന്ധി ഉണ്ടായാലും ഒരു ഘട്ടത്തിലും മരണത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന 3-ാമത്തെ കാര്യം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തു പ്രതിസന്ധി ഉണ്ടായാലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ആരോഗ്യത്തോടു കൂടി കിടക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ? പൈസ ഉള്ളപ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ? ഇല്ല. കച്ചവടം ഉള്ളപ്പോൾ അല്ലാഹു മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ? ഇല്ല. കടം വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ, രോഗം വരുമ്പോൾ, തീർന്നാ മതിയായിരുന്നു, അപ്പം ചിന്തിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീൻ പഠിപ്പിക്കുകയാ 3, ജീവിതത്തിൽ എത്ര വലിയ, ഇനി ലോകം മുഴുവനും തകർന്ന എന്തുണ്ടായാലും നിനക്കൊരു ചുക്കുമില്ല, ഉണ്ടാതിരിക്കണം. ജീവിതത്തിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. അത് സമയമാകുമ്പോൾ വരും, എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. നന്നാക്കാൻ വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് വേണ്ട, ജീവിതത്തിൽ വേണ്ട ഇസ്ലാം പഠിപ്പിക്കുന്ന 3-ാമത്തെ കാര്യം, മരണത്തെക്കുറിച്ചുള്ള ആലോചന പോലും വേണ്ട. അതിനെക്കുറിച്ച് നീ ചിന്തിക്കരുത്. അന്നബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യതമന്ന അഹദുകുമുൽ മൗത ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ ആരും തന്നെ മരണത്തെ ആഗ്രഹിക്കരുത്. അവന് സച്ചരിതനാണെങ്കിൽ നന്മ കൂടുതൽ വർദ്ധിപ്പിക്കലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു കാരണവശാലും നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്. മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. നിങ്ങൾ നല്ലവരാണെങ്കിൽ നന്മകൾ അധികമായി വർദ്ധിപ്പിക്കുക, ദുഷ്കർമ്മികളാണെങ്കിൽ അവയിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. തന്നെ മരണത്തെ ആഗ്രഹിക്കാൻ പാടുണ്ടോ? എളുപ്പം മരിച്ചാൽ മതിയായിരുന്നു, പടച്ചോനെ പെട്ടെന്ന് പോകാമായിരുന്നു. അല്ല, ആഗ്രഹിക്കരുത്. നമ്മൾ ജീവിക്കാനാണ് ആഗ്രഹിക്കേണ്ടത്. മരണത്തെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പിന്നെ ചിലരൊക്കെ പറയും, ഉസ്താദെ പാവങ്ങളൊക്കെ ചെയ്ത് അടക്കൽ എന്നില്ല. നീ നന്മ ചെയ്യുന്നവനാണോ അധികമായിട്ട് നന്മ തിന്മ ചെയ്യുന്നവനാണോ അധികമായിട്ട് തിന്മ ചെയ്യാനല്ല, തൗബ ചെയ്തു മടങ്ങ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യതമന്ന അഹദുകുമുൽ മൗത വലാ യദഉ ബിഹി മിൻ ഖബലി അൻ യഅതിയഹു.
അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നിങ്ങൾ ഒരാളും മരണത്തെ കൊതിക്കരുത്. അത് മരണം അവന് വരുന്നതിന് മുമ്പായി അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി കേൾക്കുക. ഒന്ന്, നിങ്ങൾ ഒരാളും മരണത്തെ കൊതിക്കരുത്. രണ്ട്, മരണം വരുന്നതിന് മുമ്പായിട്ട് വരാൻ നീ പ്രാർത്ഥിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു എൻ്റെ മരണത്തിന് നേരത്തെ ആക്കി തരണേ അല്ലാ, ചോദിക്കാൻ പാടില്ല എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിശ്ചയം നിങ്ങൾ ഒരു നാൾ മരണപ്പെടും. അല്ല, ഒരു ദിവസം എന്തായാലും നമ്മൾ മരണപ്പെടും. അവൻ്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. നിശ്ചയം വിശ്വാസിക്ക് അവൻ്റെ ആയുസ് നന്മയല്ലാതെ ഒന്നും വർദ്ധിപ്പിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും. പക്ഷേ നമ്മൾ എന്തേ ചെയ്യേണ്ടത്? നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നന്മകൾ അധികരിപ്പിക്കുക, അതേ നേട്ടമുള്ളൂ. ജീവിതത്തിൽ നമുക്ക് എന്തായാലും ഒരു ദിവസം ഞാൻ മരിക്കും, 34 വയസ്സായ ഞാൻ എന്നായാലും ഒരു ദിവസം മരിക്കും. പക്ഷേ ജീവിക്കണ കാലത്തോളം നന്മകൾ അധികമായി ചെയ്തിട്ട് പോകുമ്പോഴേ രക്ഷയുള്ളൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരാളും തനിക്ക് ബാധിച്ചിട്ടുള്ള ദുരിതത്തിൽ മരണത്തെ കൊതിക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തെങ്കിലും രോഗമാകട്ടെ, എന്തെങ്കിലും വലിയ രോഗങ്ങളാകട്ടെ, മരുന്നുകളില്ലാത്ത രോഗമാകട്ടെ, എന്തു വന്നാലും മരണത്തെ എന്ത് ചെയ്യാൻ പാടില്ല? കൊതിക്കരുത്. മരിച്ചാൽ മതിയായിരുന്നു. എന്ത് ജീവിതം? അല്ലാഹുവേ, ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റുന്നില്ലല്ലോ, തീർന്നാൽ മതിയായിരുന്നു. കൊതിക്കരുത്. ഒരിക്കലും മരണത്തെ നിങ്ങൾ കൊതിക്കാൻ പാടില്ല. എന്തു വലിയ പ്രശ്നമുണ്ടായാലും അതിന് കഴിയില്ലെങ്കിൽ അവൻ ഇപ്രകാരം പറയട്ടെ, അല്ലാഹുവേ, എനിക്ക് അതാ ചെയ്യേണ്ടത്. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരാൾ, അദ്ദേഹത്തിന് വളരെ പ്രയാസത്തില്ല, ജീവിച്ചിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല, എന്നാലും മരണത്തെ ആഗ്രഹിക്കരുത്. ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യേണ്ടത്? അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി. അവിടെ നിന്ന് ദുആ ചെയ്യാൻ പറഞ്ഞത്, അല്ലാഹുവേ, എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണം. ഇല്ല, മരണമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ മരിപ്പിക്കണം എന്നാണ് ദുആ ചെയ്യേണ്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചിലരൊക്കെ ആക്സിഡന്റ് പറ്റി കിടന്ന കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിച്ചു ബോധമില്ലാതെ കിടക്കുന്നവരുണ്ട്. അവരെ പോകുമ്പോൾ അല്ലാഹു നീ മരിപ്പിക്കണേന്നല്ല എന്ത് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുവേ, ജീവിതം ഖൈറാണെങ്കിൽ നീ ജീവിപ്പിക്കും, അല്ല മരണമാണ് ഖൈറെങ്കിൽ നീ മരിപ്പിക്കുക. എങ്കിലും അങ്ങനെയേ പറയാവൂ, അല്ലാതെ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കുകയോ മരിക്കാൻ വേണ്ടി ആയുസ് തീരുന്നതിന് മുമ്പ് ആ മരണം വരാൻ വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ മൂന്നാമതായി ചെയ്യേണ്ട കാര്യം അല്ലാഹുവിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കുക. അല്ലാഹു നമുക്ക് പ്രതിഫലം തരുമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. 4, ആത്മഹത്യ എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു പാപമാണെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 4ാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ദീൻ ആത്മഹത്യ എന്ന് പറയുന്നത് ചെറിയൊരു പാപമായിട്ടല്ല കാണുന്നത്, ഒരു വലിയ പാപമായിട്ടാണ് കാണുന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, ആത്മഹത്യ മരണത്താ മരിക്കണമെന്ന് ചിന്തിക്കുന്നവരോട്, തമാശയ്ക്കാണെങ്കിലും ഞാൻ മരിക്കും, ഇപ്പൊ ഞാൻ മരിക്കുമെന്ന് പറയുന്നവരോട് അല്ലാഹുവിൻ്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുതെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവനബന്ധന്ന അനുമതിയില്ലാതെ തിരിച്ചെടുക്കാൻ, അല്ലാഹു തന്ന ആയുസ് തിരിച്ചെടുക്കാൻ അല്ലാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അല്ലാതെ സ്വന്തമായിട്ട് പടച്ച റബ്ബ് തന്ന ജീവിതം അവസാനിപ്പിക്കുന്നത് അതൊരു വലിയ പാപത്തിൽ പെട്ടതാണ്. ഒരു വ്യക്തിക്ക് സ്വയമായി അവന്റെ അനുവാദത്തോടെ മറ്റുള്ളവർക്കോ അത് ചെയ്യാവുന്നതല്ല. അല്ലാഹു തന്ന ആയുസ് തിരിച്ചെടുക്കാറുള്ള കഴിവ് അല്ലാഹുവിനാണ്. ഒരിക്കലും നമുക്കതില്ലല്ലോ. അതുകൊണ്ടത്
ചെയ്യുന്നത് ചെറിയ പായമല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഓർമ്മപ്പെടുത്തും, അള്ളാഹു തന്ന ആയുസ് അള്ളാഹുവിനാണ് തിരിച്ചെടുക്കാനുള്ള അധികാരം. നീ അത് എടുക്കരുത്, നീ അത് നശിപ്പിക്കരുത്, നീ നിന്റെ ശരീരത്തെ കൊല്ലരുത് എന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ ഉപദേശിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാലാമത്തെ കാര്യം, ആത്മഹത്യ ചെയ്യുന്നത് സാധാരണ പാപമല്ല, അതൊരു വലിയ പാപമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശ നിന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് നബിയ്യനാ റസൂലുള്ളാഹി നബിയ്യനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ലാം മനുഷ്യരെ പരിശീലിപ്പിച്ചിട്ടുള്ള നിരാശ ജീവിതത്തിൽ പാടുണ്ടോ? ഉണ്ടോ? നിരാശ സാധാരണ പാപമല്ല, മനസ്സിലാക്കിക്കോ. നിരാശ എന്ന് പറയുന്നത് ഒരു സാധാരണ തെറ്റല്ല, അതൊരു വലിയ തെറ്റാ. ഇത് നിരാശ എന്ന് പറഞ്ഞ എന്താ? പ്രതീക്ഷ അറ്റുപോവുക. മക്കളില്ല അല്ലേ, 10-15 കൊല്ലമായി മക്കളില്ല, വയസ്സ് കുറയായി ഉസ്താദെ, മക്കളില്ല, ഇനിയിപ്പോൾ ഉണ്ടാകില്ല, അല്ല തരൂല്ല എന്നതിനർത്ഥം. നിരാശ. നമ്മുടെ പള്ളിക്ക് വേണ്ടി 1 ടണ്ണ് കമ്പിയുടെ പൈസ എന്ന നമ്മുടെ തിരൂരുള്ള ഒരു സഹോദരൻ 20 കൊല്ലം കഴിഞ്ഞിട്ട് അല്ല ഒരു സന്താനത്തിന് കൊടുത്ത്. നമ്മുടെ ഉപാശക്കാരുടെ പ്രായമൊന്നും അല്ലെന്ന് തോന്നില്ല, അണ്ണൻ കേട്ടില്ല, നല്ല പ്രായമുള്ള ഒരാളാ. നമ്മുടെ സജിയണ്ണൻ്റെ ഒക്കെ പ്രായം ഉണ്ടാകും അദ്ദേഹത്തിന്, 40 വയസ്സ് കഴിഞ്ഞില്ലേ? 40 വയസ്സൊക്കെ കഴിഞ്ഞു. ചെറിയൊരു മകൾ, 8, 6, 7 വയസ്സുള്ളൊരു മകളുണ്ട്. 20 കൊല്ലം കഴിഞ്ഞിട്ട് അള്ള സന്താനത്തിന് കൊടുത്ത്. അദ്ദേഹത്തിൻ്റെ സഹോദരനും മക്കളില്ല. ഞാൻ പറഞ്ഞു, വേറെ വഴുതൊന്നും കേൾക്കണ്ട, കൂടപ്പുറപ്പിനെ നോക്കിയാൽ മതി, അള്ള തരാൻ കഴിവുള്ളവനാണെന്ന് അതിനേക്കാളും വലിയ തെളിവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിരാശ ജീവിതത്തിൽ പാടില്ല. നിരാശ വന്നുപോയാൽ റബ്ബിൻ്റെ സഹായം നിന്നുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിരാശ വന്നുപോയാൽ പടച്ച റബ്ബിൻ്റെ സഹായം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തുന്നില്ല. ഒരിക്കലും നിരാശ പാടില്ല. മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂരിഭാഗം മനുഷ്യരും ആത്മഹത്യയ്ക്ക് പ്രചരിപ്പിക്കുന്നത്, ഈ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊടുക്കുന്നത് നിരാശയാണെന്ന ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, വലാ തഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ജീവിതത്തിൽ നിരാശയുള്ളവർ കേട്ടോ, ജീവിതത്തിൽ നിരാശപ്പെടുന്നവർ കേട്ടോ, ഈ ആയത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, ഇത് നിങ്ങൾക്കുള്ള പാഠമാണ്. ജീവിതത്തിൽ നിരാശയും കൊണ്ട് നടക്കുന്നവര് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിൽ നിന്നുള്ള ആശ ഉണ്ടല്ലോ, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷയുണ്ടല്ലോ, പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു പ്രതീക്ഷ അറ്റുപോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിരീങ്ങൾക്കല്ലാതെ അല്ലെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടുമെന്നുള്ളത് ഒരാൾക്ക് എന്ന് നഷ്ടപ്പെട്ടു പോകുന്നോ അത് കാഫിരീങ്ങൾക്ക് മാത്രമേ നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ, മുസ്ലിമിന് നഷ്ടപ്പെട്ടു പോകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നിരാശ ആർക്കേ ഉണ്ടാകൂ? ഈമാനില്ലാത്തവനെ ഉണ്ടാകൂ. നിരാശ ഈമാനുള്ള ഒരാളുടെ ജീവിതത്തിൽ അവൻ്റെ നിഘണ്ടുവിൽ തന്നെ നിരാശയില്ല. കാരണം അവൻ്റെ റബ്ബ് എന്തിനും കഴിവുള്ളവൻ, അവൻ്റെ അല്ല എന്തിനും കഴിവുള്ളവൻ, എൻ്റെ റബ്ബ് എന്തിനും കഴിവുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങൾക്കുണ്ടാ ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടോ? ഒരെണ്ണം പറ. അള്ളാഹുവിന് കഴിയാത്ത ഒരെണ്ണം നിങ്ങൾ പറ. ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ വിശ്വാസമില്ല. അള്ളാഹുവിന് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? ആകാശത്ത് നിന്നിട്ടും മഞ്ഞും സെൽവി ഇറക്കി തന്നവനാ അള്ളാഹ്. ആകാശത്ത് നിന്നിട്ട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ മന്നും സെൽവി അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്ത നല്ല തേൻ കട്ടയും ചുട്ട കോഴിയൊക്കെ ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്തില്ല. അള്ളാഹ്ക്ക് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ചുമ്മാ അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ അണിക്കുക പോലൊന്നുമല്ല. അള്ളാഹ്ക്ക് സർവ്വതിനും കഴിവുണ്ട്. അപ്പൊ ജീവിതത്തിൽ നിരാശ, മുസ്ലിമിന് നിരാശയുണ്ടാകില്ല. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവന് മാത്രമേ നിരാശയുണ്ടാകൂ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പം ജീവിതത്തിൽ നിരാശയുണ്ടെങ്കിൽ അതിനർത്ഥം
ഈമാനില്ല എന്ന അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുന്നു, ഖബില മൗതിഹി ബിസലാസതി അയ്യാം യഖൂലു ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് പറയുന്നു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളിൽ ഒരാളും അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ളവനായിരിക്കലല്ലാതെ നിങ്ങൾ മരിക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ സ്വഹാബത്തിനോട് പറയുന്നു, ഒരാളും മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കാത്ത രീതിയിൽ ഒരാളും മരിച്ചു പോകരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 5-ാമത്തെ കാര്യം, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. അള്ളാഹു സർവ്വതിനും കഴിവുള്ളവനാ. ക്യാൻസർ തന്ന എന്തിനാ സഹോദര? എത്രയോ പേര് ഇവിടെ വയതിന് ഉസ്താദേ ടെസ്റ്റിന് അയച്ചു, ഡോക്ടർ പറയുന്നു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, 2ാമതും ഒരു സ്കാനിങ് ഉണ്ട്, ഒന്നുമില്ല എന്ന് പറയണം. ദുആ ചെയ്തു. ആദ്യത്തെ ടെസ്റ്റിൽ എന്തോ രോഗമുണ്ട്, 2ാമത്തെ ടെസ്റ്റിൽ രോഗമില്ല. നോക്കിയ ഡോക്ടർ കണ്ണ് തള്ളിയിട്ട് ചോദിക്കുന്നു എന്തേ സംഭവിച്ചതെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആദ്യത്തെ ടെസ്റ്റിൽ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു പ്രയാസം കാണുന്നുണ്ട്, ക്യാൻസറിൻ്റെ അടയാളമാണെന്ന് തോന്നുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഒറ്റ ആഴ്ച കൊണ്ട് അത് മാറ്റിയവനാരാ? അല്ലാഹ്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ട. അള്ളാഹിക്ക് കഴിയുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 6-ാമതായിട്ട് അള്ളാഹുവിൻ്റെ ദീൻ പറയുന്നു, ആത്മഹത്യ ചെയ്യുന്നവന് മരണാനന്തരം ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ച് ഗൗരവത്തോടുകൂടി പഠിക്കണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവൻ അള്ള കൊടുക്കണ ശിക്ഷ കേട്ടോ, ഓരോന്ന് എണ്ണി പറയാം. സമയമായ നിർത്താൻ പഠിച്ചോ. അള്ളാഹുവിൻ്റെ ദീൻ അവിടെ നിന്ന് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ പഠിച്ചത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നിങ്ങളിത് നിങ്ങൾക്കറിയുന്നവരോട് പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവേ, عن جندب بن عن جندب رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم كان برجل جراء فقتل نفسه فقال الله بدرني عبدي بنفسه حرمت عليه الجنة. മഹാനായ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഒരാൾക്ക് ഒരു മുറിവ് പറ്റിയിരുന്നു, അയാൾ അതിനാൽ ആത്മഹത്യ ചെയ്തു. അല്ലാഹുവേ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനൊരു മുറിവ് സംഭവിച്ചു. ആ മുറിവിന്റെ വേദന സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് മുറിവ് സംഭവിച്ചു പോയല്ലോ. അതിന്റെ പേരിൽ അവസാനം ആ മനുഷ്യൻ അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യുകയാ. ഒരു മുറിവ് സംഭവിച്ചു. ആ മുറിവ് സംഭവിച്ചതിന്റെ വേദനയും പ്രയാസവും കാരണം ഒരു മനുഷ്യൻ അങ്ങ് ആത്മഹത്യ ചെയ്തു. അവസാനം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, ഖുർആനിന്റെ ആയത്തിറങ്ങി. ആ മനുഷ്യൻ അവിടെ നിന്ന് ആത്മഹത്യ ചെയ്തപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, എൻ്റെ അടിമ അവൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിൽ എന്നെ മറികടക്കാൻ ധൃതി കൂട്ടി, അതിനാൽ അവനെ ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ചരിത്രങ്ങൾ കാണാം. യുദ്ധക്കളത്തിൽ വെച്ചൊരു സഹാബിക്ക് വെട്ടുകൊണ്ടു, ശരീരത്തിൽ യുദ്ധക്കളത്തിൽ വെച്ച് വെട്ടുകൊണ്ടപ്പോൾ അവസാനം മലയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. ചരിത്രം പഠിപ്പിക്കുക. അപ്പം അള്ളാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അടിമ അവൻ ധൃതി കാണിച്ചു കളഞ്ഞു. അവൻ ധൃതി കാണിച്ചത് കാരണം സ്വർഗം അവന് നിഷിദ്ധമായി. 1, ആത്മഹത്യ ചെയ്യുന്നവൻ എവിടെ പോകൂല? ഉറക്കപ്പറ, എവിടെ പോകൂല? എവിടെ പോകൂല? ഈ ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാണെങ്കിലും
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മഹത്യ അല്ലാഹു തന്ന ആയുസ് കളയുന്നവൻ അവന് സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി. ഏതാ? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ കിതാബ് ഇമാം ബുഖാരി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആത്മഹത്യ ചെയ്യുന്നവൻ, അല്ലാഹു തന്ന ആയുസ് അവസാനിപ്പിക്കുന്നവൻ, അവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 2, അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദി യഖുനുകു നഫ്സഹു യഖുനുകുഹാ ഫിന്നാർ വല്ലദി യതുനുഹാ ഫിന്നാർ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, വല്ലവനും ശ്വാസം മുട്ടിച്ചു ആത്മഹത്യ ചെയ്താൽ, വല്ലവനും ശ്വാസം മുട്ടിച്ച് ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ വെച്ച് അവനെ ശ്വാസം മുട്ടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഏതാണ്? പടച്ചവനെ ശ്വാസം മുട്ടിച്ചു മരിച്ചവനവൻ നരകത്തിൽ അതുപോലെ ജീവിതകാലം മുഴുവനും ഒരിക്കലും അവസാനിക്കാതെ അതുപോലെ തന്നെ അവന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ. ആരെങ്കിലും തൻ്റെ ദേഹത്ത് അല്ലാഹുവേ കുത്തി മുറിപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്താ, അതാ കൊണ്ട് കുത്തി മുറിക്കുമല്ലോ, എന്നിട്ട് ആത്മഹത്യ ചെയ്താൽ അല്ലാഹുവേ നരകത്തിൽ അവനെ സ്വന്തം മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുകയാ. അതാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖതല നഫ്സഹു ബിഹദീദ് ഉദ്ദിബ ബിഹി ഫിന്നാരി ജഹന്നമ. ആരെങ്കിലും ഇരുമ്പുള്ള ആയുധം ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്താൽ അവൻ അതേ ആയുധം കൊണ്ട് നരകാഗ്നിയിൽ ശിക്ഷിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തറദ്ദ ബിജബലിൻ ഫഖതല നഫ്സഹു വഹുവ ഫിന്നാരി ജഹന്നമ. പടച്ചവനെ, പലരും ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി അതാ ആത്മഹത്യാ മുനമ്പിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ നരകാഗ്നിയിൽ ശ്വാസതമായി വീണുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ശ്വാസം മുട്ടി മരിക്കുക, സ്വന്തമായിട്ട് ശരീരത്തെ മുറിവേൽപ്പിച്ച് ചാവുക, അല്ലെങ്കിൽ മലയുടെ മുകളിൽ നിന്ന് താടിച്ചാവുക, കത്തികൊണ്ട് കുത്തി മരിക്കുക, ഇതെല്ലാം എങ്ങനെ മരിക്കുന്നോ അതുപോലെ തന്നെയാണ് അവൻ്റെ ജീവിതകാലം മുഴുവനും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ആരെങ്കിലും മലയുടെ മുകളിൽ നിന്ന് കണ്ടിട്ടില്ലേ? പോകും ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഏറ്റവും മലയുടെ മുകളിൽ കയറിയിട്ട് ചാവാൻ. എന്തിനാടാ അവിടെ വരെ പോണ ചാവാൻ? എൻ്റെ പ്രിയപ്പെട്ടവർ, അവനെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആരെങ്കിലും വിഷം കടിച്ച് ആത്മഹത്യ ചെയ്താൽ നരകാഗ്നിയിൽ അവൻ്റെ കയ്യിൽ വിഷത്തിൻ്റെ പാത്രമുണ്ടാകും, അവൻ എപ്പോഴും അത് പിടിച്ചുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിഷമടിച്ച് മരിക്കുന്നവന് കിട്ടുന്ന ശിക്ഷ, അവൻ്റെ നരകത്തിൽ കയ്യിൽ വിഷത്തിൻ്റെ കപ്പും ഉണ്ടാകും, അതിങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ നരകാഗ്നിയിൽ അവൻ്റെ കയ്യിൽ ആ ആയുധം പിടിച്ച് അവൻ്റെ കയ്യിൽ ആയുധം പിടിക്കും, അവൻ തൻ്റെ വയറ് കുത്തി കീറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുത്തിക്കൊല്ലുക, കുത്തി മരിക്കുക, ഇവർക്കൊക്കെ കൊടുക്കണ ശിക്ഷ. തൂങ്ങുന്നവൻ അവൻ തൂങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും, ഖബറിലും നാളെ നരകത്തിലും. അല്ലാഹു കാക്കുമാറാകട്ടെ. വിഷപടിക്കുന്നവൻ ഇതൊക്കെ തന്നെ എങ്ങനെയാണോ മരിക്കണം അതുപോലെ തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷ്യബോധമില്ലാത്തതിനാൽ മനുഷ്യൻ ജീവിതം ഉപേക്ഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ അവിടുന്ന് പഠിപ്പിക്കുകയാ, ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, فمن زهزه عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور.
ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയിച്ചവൻ എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വിജയികൾ ആരാണെന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങള്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരുപാട് ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അല്ലാഹു തന്നിരിക്കുന്ന ജീവിതത്തിന്റെ വില എന്തെന്നറിയുമോ? അല്ലാഹു തന്നിരിക്കുന്ന ആയുസിന്റെ മഹത്വം എന്തെന്നറിയുമോ? അത് തൊലച്ച് കളയാനല്ല, ഏതെങ്കിലും ഒരു പെണ്ണ് ചതിച്ചതിന്റെ പേരിൽ എവിടെങ്കിലും കൊണ്ട് നശിപ്പിക്കാനുള്ളതല്ല. അല്ലാഹു തന്ന ആയുസ് ഒരു പരീക്ഷ തോറ്റന്റെ പേരിൽ കളയാനുള്ളതാ? പറ. ഒരു കാമുകൻ ഏതോ ഒരു കോന്തൻ മുടിയും വളർത്തിയിട്ട് പാൻറ്റും വലിച്ചിട്ടിട്ട് ചിരിച്ചു കാണിച്ച് പ്രേമിച്ചിട്ട് പറ്റിച്ചപ്പോൾ ആ കോന്തന് വേണ്ടി കളയാനുള്ളതാ നമ്മുടെ ആയുസ്? അല്ല. എവനെങ്കിലും കുറച്ച് പൈസ മൂട്ടിച്ച് പറ്റിച്ചുകൊണ്ട് പോയപ്പോൾ അതിൻ്റെ പേരിൽ കളയാനുള്ളതാണോ ആയുസ്? അല്ല. ഒരു കട പൊട്ടിപ്പോയി, പോയാ പോട്ടെ, അടുത്തുണ്ടാവും. കട നഷ്ടപ്പെട്ടു പോയാ പോട്ടെ, അടുത്തുണ്ടാകും. ക്യാൻസർ വന്നോ, അള്ളാഹു സ്വർഗം തരും. പിന്നെന്താ? ക്യാൻസർ വന്ന്, അതാണല്ലോ ഇപ്പൊ എല്ലാവരും പറയുന്ന ഏറ്റവും വലിയ രോഗം. ക്യാൻസർ വന്നാ വരട്ടെ, അള്ളാഹു പാവം പൊറുക്കൂലേ? അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കല്ലേ ഇത് തരൂ. അങ്ങനെ ചിന്തിക്കേണ്ടത്. അല്ലാതെ എനിക്കിത് വന്നല്ലോ, പള്ളിക്ക് കൊടുത്തല്ലോ, മദ്രസയ്ക്ക് കൊടുത്തല്ലോ, 5 നേരം നിസ്കരിക്കുമല്ലോ, തഹജ്ജുദ് നിസ്കരിക്കുമല്ലോ, തറാവീഹ് നിസ്കരിക്കുമല്ലോ, വന്നല്ലോ. അതാ ചിന്തിക്കേണ്ടത്. കടം വന്ന അള്ളാഹ് അടിച്ചരും. ചില ആൾക്കാർ പറയത്തില്ലേ, കടമുണ്ടോ അള്ളാഹ് മാറ്റിത്തരും, പെണ്ണും അത് അള്ളാഹ് നോക്കിക്കോളും, വീട് അത് അള്ളാഹ് നോക്കിക്കോളും, എല്ലാം അള്ളാഹ് നോക്കിക്കോളും, എനിക്ക് പണിയൊന്നുമില്ല, എല്ലാം അള്ളാഹ് നോക്കിക്കോളും, അള്ളാഹ് നോക്കിക്കോളും. എന്തേ അള്ളാഹ്ക്ക് പറ്റൂലേ? എന്താ ചേണ്ണേ, അള്ളാഹ്ക്ക് വേണ്ടിയില്ലേ? നിങ്ങളെ കണ്ടിട്ടാ പെണ്ണുമ്പിള്ളയെ മക്കളെ അള്ളാഹ് സൃഷ്ടിച്ചേ? അല്ല. എന്നെ കണ്ടിട്ടാണോ എൻ്റെ സിനാനിനെയും നെയ്മിനെ അള്ളാഹ് സൃഷ്ടിച്ചേ? അല്ല. റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. വാകേറിയ റബ്ബിന് എന്തറിയാം? കാന തരാനും അറിയാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ കാന ഉള്ളത് വരെ നമ്മളിവിടെ കാണും, പിന്നെ പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ പറയുകയാ, യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും മൗഇള മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അള്ളാഹുവിൻ്റെ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാ. വ്യക്തമായി ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, ഖുർആനിലില്ലാത്ത ഒരു കാര്യവുമില്ല. എന്തിനും ഖുർആനിൽ പരിഹാരമുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രോഗങ്ങൾ ജീവിതത്തിൽ വരുന്നു. എന്തേ പരിഹാരം? രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കണം. ഏത് മരുന്ന്? പറ, ഏത് മരുന്ന്? കൊറോണയ്ക്ക് വല്ല മരുന്നുണ്ടോ? ഒരു മരുന്നുമില്ല. ഏറ്റവും വലിയ രോഗമാണല്ലോ കോവിഡ്. കോവിഡിന് എന്ത് മരുന്നാ ഉള്ളത്? ഏതെങ്കിലും ഡോക്ടറോട് ചോദിയിര്. മറ്റേ ഓക്സിജൻ അടിക്കുക, അതന്നെ. വേറെ എന്തുകൊണ്ടാണ്? വേറെ കടന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ആശുപത്രിയിൽ? ഒരു മരുന്നും ഇല്ലപ്പാ. കൊണ്ടുപോയിട്ട് ചുമ്മാ ഇങ്ങനെ കുറച്ച് എന്തൊക്കെയോ തരുന്നു. ഇങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം തന്നെ വാക്സിൻ എടുത്തു. ആലോചിക്ക്, 2 എടുത്തവർ മരിച്ചു പോകുന്നു. ഇപ്പം 3ാമതൊന്നുകൂടെ വരുന്നെന്നാണ് പറയണല്ലേ. അല്ലാഹുവല്ലോ, സുബ്ഹാനല്ലാഹ്. കൊച്ചുകുട്ടികൾക്ക് 1 വയസ്സിലൊന്ന്, 1.5-1, 2-1 എന്ന് എടുക്കണ പോലെ എടുത്തുകൊണ്ടിരിക്കുക. കോടതി എന്നെ ചോദിക്കുന്നു, 84 ദിവസം എന്ന് പറയുന്നത് സാധനം കിട്ടാനില്ലാത്തത് കൊണ്ടാണോ അതോ എന്തെങ്കിലും പ്രയാസം? ചോദിക്കുക, ആലോചിക്കുക. കാലെവിടെ? ഇപ്പം നമ്മൾ 84 എണ്ണിക്കൊണ്ടിരിക്കുക. ആയില്ല എന്നെ സജി അണ്ണനെ? 84 ആയില്ല നിങ്ങൾക്ക്? ഈ അടുത്ത് പറയുന്ന കേട്ടോ, ഉസ്താദ് എനിക്ക് ഇത്രാം തീയതി ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ആലോചിക്കുന്ന ഇതാ സഹോദരങ്ങളെ. എങ്കിൽ അള്ളാഹ് പറഞ്ഞ എന്തെന്നറിയോ? മഹാനായ നബിയിന റസൂലുള്ളാഹി രോഗങ്ങൾ ചികിത്സിക്കേണ്ടത് സദക്ക കൊണ്ടാണെന്ന് നബിയിന റസൂലുള്ളാഹി. പൈസ കൊടുത്തിട്ട് മരുന്ന് വാങ്ങിച്ചിട്ടല്ല, ആശുപത്രി കൊണ്ടുപോയിട്ട് സ്കാനിങ്, MRI സ്കാനിങ്, ബ്ലഡ് ടെസ്റ്റ്, ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്. അല്ലാഹുവേ, അവസാനം ഇത്രയും ഒരു കെട്ടുവായിട്ടാണ് വരണേ. പടച്ചവനെ, കുഞ്ഞുങ്ങളെ ചുമക്കണ പോലെ ടാബ്ലറ്റ് കുപ്പിക്കകത്ത് അടിച്ചിട്ട് ക്രാങ്ങി കിടക്കാൻ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ ഈ ചുമയുടെ മരുന്നുണ്ടല്ലോ, അത് അടിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രി സുഖമായിട്ട് ഇറക്കാം. ആ മരുന്നൊരു കുപ്പി അടിച്ചു കഴിഞ്ഞാൽ ഒരു 60 അടിച്ചതിൻ്റെ ഫീലിംഗ് ആയിരിക്കും, ഒരു ബോധം ഉണ്ടാവത്തില്ലതാ. 3 സ്വലാത്ത് സല്ലല്ലാഹു. اللهم صل على محمد
യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഞാൻ തമാശ പറഞ്ഞല്ല. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നലെ രാത്രി നല്ലതുപോലെ ഉറങ്ങി. എങ്ങനെടാ? കുഞ്ഞിൻ്റെ ചുമയുടെ മരുന്നൊരു കുപ്പി അങ്ങ് അടിച്ചെന്ന്. ശരിയായി, കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല. അപ്പം നമ്മൾ ആലോചിക്കേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദക്ക കൊണ്ട് ചികിത്സിക്കുക. ഒരു രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അള്ളാഹുവേ പടച്ചവനെ നിൻ്റെ പള്ളിക്ക് വേണ്ടി, ഒരു യതീമായ കുട്ടിക്ക് വേണ്ടി, ഖുർആൻ പഠിക്കുന്ന ഒരു മകന് വേണ്ടി, അള്ളാഹുവെ മദ്രസകൾക്ക് വേണ്ടി ഞാനൊരു സംഭാവന കൊടുക്കാം, ഞാനൊന്ന് കൊടുക്കാം. അങ്ങനെ ചികിത്സിക്ക്. അങ്ങനെ ചികിത്സിച്ച് രോഗം മാറി എത്ര ആൾക്കാരുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ നൂറുകണക്കിന് അനുഭവങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതല്ലേ രോഗം വരുമ്പോൾ കൊടുക്കണത്, വെറുതെയല്ലത്. അത് വെറുതെയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദക്ക കൊടുത്തിട്ട് വേണം രോഗത്തെ ചികിത്സിക്കാൻ. മരുന്ന് കഴിക്കണ്ട എന്നല്ല, മരുന്ന് കഴിക്കണം. മൂസാ നബി അലൈഹിസ്സലാമിന് എന്തോ രോഗം വന്നപ്പോൾ, പനിയെങ്ങാണ്ട വന്നപ്പോൾ ദുആ ചെയ്യാനാണോ പറഞ്ഞേ? നാം ചെയ്യേണ്ടത് നാം ചെയ്യണം. ആശുപത്രിയിലും പോത്തില്ല, ഒന്നും പോത്തില്ല. അതും ആത്മഹത്യക്ക് തുല്യമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോണോ? ചികിത്സിക്കണോ? ഇല്ല, അള്ളാഹ് മാറ്റിത്തരുമെന്ന് പറഞ്ഞിരുന്ന അത് സ്വന്തം ശരീരത്തെ കൊല്ലല. ചിലപ്പോൾ ഈമാൻ കൂടിയവരുണ്ട്, ചിലർ വല്ലാത്ത ദർജയാ അല്ലേ, വലിയ വലിയ അള്ളാഹുവിനെ അത്രയും അറിഞ്ഞവർ. അയ്യൂബ് നബി അലൈഹിസ്സലാമൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരാ. ചെറിയ എത്രയോ ആൾക്കാർ, മഹത്തുക്കളായ ഔലിയാക്കന്മാർ, പണ്ഡിതന്മാർ. ചികിത്സ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ചികിത്സ. നമ്മളിപ്പോൾ മക്കാമുകളിൽ കണ്ടിട്ടില്ലേ? എർവാടിയിലൊക്കെ പോകുമ്പോൾ, മുത്തുപേട്ടയിലും അജ്മീറിലും നാഗൂറിലൊക്കെ പോകുമ്പോൾ എത്രയോ പേര് ചികിത്സയുടെ ഭാഗമായി അവിടെ നിൽക്കുന്നു. അത് ആരാണ് മഹാന്മാരെന്നറിയുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകണം. ആരാണെന്ന് ആദ്യം പഠിക്കണം. അതൊരു വലിയ സബ്ജക്റ്റാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാ നമ്മൾ കാണുന്നതിനപ്പുറം വേറെ പലതുണ്ട്. ഞാനെപ്പോഴും പറയും, മുത്തുപേട്ടയിൽ ഉറൂസിന് മുത്തുപേട്ടയിൽ ഞാൻ പോയി ഒരുപാട് ദിവസം. അൽഹംദുലില്ലാ, അള്ളാഹു അവിടുത്തെ മഹാനിൻ്റെ സംരക്ഷണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഞാൻ അവിടെ പോയി ഇങ്ങനെ ഒരിക്കൽ ഉറൂസിന് പോയപ്പോൾ പ്രസംഗിക്കാൻ, തമിഴ്നാടാ, പ്രസംഗിക്കാൻ സമയം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മുത്തുപേട്ടയിൽ പോയിട്ടുള്ളവർക്കറിയാം, ആ പള്ളിയുടെ ബാക്ക് സൈഡിൽ മക്കാമിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു കുളമുണ്ട്. അത്രയും വീതി കാണും, ഒരു വലിയ കുളമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ പോകുന്നവർ, ഇങ്ങനെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നവർ, അവിടെ നിന്ന് അല്പം വെള്ളം കുടിക്കണം, ഒന്ന് കുളിക്കണം, വെള്ളം കുടിക്കണമെന്നാണ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ തോന്നില്ല. ആ വെള്ളത്തിൽ ഇറങ്ങി കുടിക്കണ പോയിട്ട് കുളിക്കാൻ തോന്നില്ല. കാരണം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ചകൾ അത്രയും സങ്കടകരമായ കാഴ്ചയാണ്. മലമൂത്ര വിസർജനം നടത്തുന്നവരെ കാണാം, കാർക്കിച്ച് തുപ്പുന്നവരെ കാണാം, എല്ലാം അതിനകത്ത് അങ്ങനെ അവസ്ഥയാണ്. പക്ഷെ ആ വെള്ളമാണ്, ആ വെള്ളത്തിലാണ് കുളിക്കാൻ പറഞ്ഞത്, ആ വെള്ളത്തിൽ നിന്നാണ് ഒരല്പം കുടിക്കാൻ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് ഞാൻ ചിന്തിച്ചു നോക്കിയത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്നത് വേണമെങ്കിൽ കുടിച്ചാൽ മതി. എന്നോട് ആരെങ്കിലും പറഞ്ഞു അവിടെ ഒന്ന് കുടിക്കാൻ? ചോദ്യം അതാ. ഞാൻ ചോദിച്ചു, അവിടെ ഇരുന്നവരോട് ചോദിച്ചു, ആരൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ട്? ആരുമില്ല. എടാ, നിനക്ക് രോഗം മാറണമെങ്കിൽ നീ എവിടെല്ലാം പോയി എന്തെല്ലാം കുടിക്കും? നമ്മളാരൊക്കെ, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യും. അതാ വിശ്വാസം എന്ന് പറയുന്നത്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില വിശ്വാസപരമായ കാര്യങ്ങൾ അതൊരു പരീക്ഷണമാണ്. നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നോക്കുമ്പോൾ അത് അഴുക്കായിരിക്കാം, പക്ഷേ വിശ്വാസമുണ്ടെങ്കിൽ ഇതിലുണ്ടോ? ഒന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാ, അവരുടെയൊക്കെ പദവികൾ എന്താ, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിലേക്കൊന്ന് ഇറങ്ങി നോക്കണം. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, സദക്ക കൊടുത്തിട്ട് വേണം നമ്മുടെ രോഗങ്ങളെ നമ്മൾ ചികിത്സിക്കാൻ. അതൊരു വലിയ മാർഗമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിനുള്ള ശമനവും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വലിയ ഒരു സമാധാനമാണ്, മനസ്സിന് കുളിർമ നൽകുന്ന ഒരു സമാധാനമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ ഖുർആനിൽ ശിഫാഇന്റെ ആയത്തുകളുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് ശിഫാഇന്റെ ആയത്തുകൾ. എത്ര എണ്ണം നമുക്കറിയാം? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനിൽ എത്ര ശിഫാഇന്റെ ആയത്തുണ്ട് മുസമ്മിൽ ഉസ്താദേ? 6-7 ആയത്തുകൾ ഖുർആനിൽ തന്നെയുണ്ട്, ശിഫാഇന്റെ ആയത്തുകൾ. എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം? ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുവരും, ഉസ്താദെ വെള്ളം ഓതിത്താ, ചരട് ഓതിത്താൻ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശിഫാഇൻ്റെ ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ആയത്തുകൾ പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്കത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ ശിഫാഇൻ്റെ ആയത്ത് ഓതിയിട്ട് കുടിച്ചാൽ പെട്ടെന്ന്, പള്ളിയിലെ ഉസ്താദിൻ്റെ അടുക്ക രാത്രി പെട്ടെന്ന് വയ്യാതായി വരുന്നതിനേക്കാളും ഈ ശിഫാഇൻ്റെ ആയത്തുകൾ നമുക്കറിയുമെങ്കിൽ അതൊന്ന് ഓതി കുടിച്ചാൽ പോരെ. ഇത് ശിഫാഇൻ്റെ ആയത്തല്ലേ, ഖുർആൻ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞതല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ആയത്തുകൾ നമ്മൾ പഠിക്കണം. അപ്പൊ സമാധാനം കിട്ടാനുള്ള ഒരു വഴിയാണ് ഖുർആൻ പാരായണം, ഖുർആൻ ഓതുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ ഖുർആൻ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സത്യവിശ്വാസികൾക്ക് ശമനവും അത് കാരുണ്യവുമായിട്ടാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ, ശമനവും കാരുണ്യവുമായിട്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പരിഹാരം പറയുകയാ. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ കടന്നു വന്നാൽ, പ്രയാസങ്ങൾ കടന്നു വന്നാൽ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എടുക്ക്, നിങ്ങൾ ആ ഖുർആനൊന്ന് പാരായണം ചെയ്യ്. അർത്ഥമറിയുകയോ അറിയാതിരിക്കുകയോ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തിട്ട് ആത്മാർത്ഥമായിട്ട് ആ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായം തുറന്നിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്ക്. അത് നിനക്ക് ശിഫാ, അത് നിനക്ക് അനുഗ്രഹമാ. പറയുന്നത് പടച്ച റബ്ബാ, അല്ലാതെ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവാണ് പറഞ്ഞത്. വനുനസ്സിലു മിനൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. മാ ഹുവ ശിഫാ. അതുകൊണ്ട് ഖുർആനിലെ ആയത്തുകളെ എണ്ണി പഠിക്ക്. ശിഫാഇന്റെ ആയത്തുകളുണ്ട്, ശിഫാഇന്റെ ആയത്തുകളുണ്ട്. ആയത്തുകൾ നിങ്ങൾ മനഃപ്പാഠമാക്ക്. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ആയത്തുകളാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര്, കടമില്ലാത്തവരില്ല, രോഗമില്ലാത്തവരില്ല, ദുഃഖമില്ലാത്തവരില്ല, പ്രയാസമില്ലാത്തവരില്ല, സമാധാനമില്ലാത്തവർ വളരെ കുറവാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ലാത്തവരില്ല. ഏത് പരീക്ഷണം വന്നാലും മരണത്തെക്കുറിച്ച് ചിന്തിക്കല്ലേ, മരണത്തെ ആഗ്രഹിക്കല്ലേ, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ. അല്ലാഹുവിന്റെ ദീനപടം പറയുകയാ. അതുകൊണ്ട് പടച്ച റബ്ബിനെ വിശ്വസിക്ക്, അല്ലാഹു കൂടെയുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് സിറാജിന്റെ കൂടെയുണ്ടല്ലോ, അല്ലാഹ് ഓരോ മനുഷ്യന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നത്? ആരും സന്തോഷിക്കണ്ട, ഒരാളും സന്തോഷിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു കയറ്റം കഴിഞ്ഞ ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? എന്താ തമിഴ്നാട്ടില ഒരു കയറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ട്, ഒരിറക്കം കഴിഞ്ഞ ഒരു കയറ്റമുണ്ടോ? ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. വീട്ടിൽ അമിതമായി സന്തോഷം വരുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, അതിൻ്റെ പുറകിൽ ഒരു ദുഃഖവുമുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എത്ര അനുഭവങ്ങൾ എണ്ണി പറയാം. നമ്മുടെ വീട്ടിലൊക്കെ അതുകൊണ്ട പഴയ തലമുറയിലെ പ്രായമുള്ളവർ പറയും, വീടിനകത്ത് കിടന്ന് ആഘോഷിക്കുമ്പോൾ എന്തിനായി കിടന്ന് ആഘോഷിക്കണേ ചോദിക്കാറുണ്ടല്ലോ. എന്തുവാ നീ കാണിക്കണേ? അത് വെറുതെയല്ല. ഒരു ദുഃഖത്തിൻ്റെ പുറകിൽ ഒരു സന്തോഷവുമുണ്ട്, ഒരു സന്തോഷത്തിൻ്റെ പുറകിൽ ഒരു ദുഃഖവുമുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ, ദുഃഖം വരുമ്പോൾ മാത്രമല്ല അള്ളാഹനെ ഓർക്കേണ്ടത്, സന്തോഷം വരുമ്പോഴും ഓർക്കണം. പണവും ആഗ്രഹവും എല്ലാം സർവ്വതും കിട്ടിക്കഴിയുമ്പോൾ മതിമറന്ന് നടക്കും.
എത്ര ചോദിച്ചാലും കൊടുക്കൂല. പള്ളിപ്പണി നടക്കുന്ന വല്ലതെന്താ? ഒന്നുമില്ല. പക്ഷേ കെട്ടിയവൻ്റെ ജോലി ഇപ്പം പൊട്ടും, അറബി പറഞ്ഞ് നാട്ടിൽ പൊക്കോളാൻ. അപ്പോൾ വരുന്നു 500 ആയിട്ട് ദുആ ചെയ്യ്. പടച്ചവനെ എത്രയൊക്കെ ഉണ്ടെങ്കിലും ചോദിക്കുമ്പോൾ ഇല്ല. പക്ഷേ എല്ലാം പോകാൻ നേരത്തുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും റബ്ബ് നമ്മളെ കൈവിടൂല. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ അളക്കും, നിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യും, നീ പരാജയപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കുകയോ മരണത്തെ കൊതിക്കുകയോ ചെയ്യാൻ പാടില്ല. മരണത്തെക്കുറിച്ച് ഓർക്കുക, അത് നല്ലതാണ്. മരിച്ചു പോകുമെന്നുള്ള ബോധം ഉണ്ടാകണം. അതെന്തിന്? നന്നാകാൻ. പടച്ചവനെ, ഇന്ന് രാത്രി ഇരിക്കണ ആരോടെങ്കിലും ഞാൻ പറയും, ഇന്ന് രാത്രി നീ മരിച്ചു, ഇല്ലെങ്കിൽ ഒരടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പേടിയാണ്. ഒരു പേടി. നന്മകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം, നല്ലത് ചെയ്യണമെന്നുള്ള ആഗ്രഹം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുകൊണ്ട് ആ മരണത്തെക്കുറിച്ച് ഓർക്കാൻ പറഞ്ഞ അഹങ്കാരം കുറയും, ആർത്തി കുറയും, നന്നാകണമെന്നുള്ള ബോധമുണ്ടാകും, തൗബ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. പാപം ചെയ്യുമ്പോൾ കയ്യും കാലും പറയ്ക്കും. ഞാൻ അതാ പറഞ്ഞേ, സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഖുർആൻ ഒന്ന് എടുത്ത് മുന്നിൽ വെക്കണം, സാക്ഷിയാക്കി വെക്കണം, നല്ലതാ. പടച്ചവനെ, നിസ്കരിക്കും 5 നേരം. ഞാൻ 5 നേരം നിസ്കരിക്കും. ഞാൻ പള്ളി പരിപാലിക്കാൻ കയറുക, AC റൂമിനകത്തിരിക്കൂല. ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും. പള്ളിയുടെ ഏതാവശ്യത്തിനും എന്നെ വിളിച്ചാൽ ഞാൻ വരും. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം. ഈ ഇരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുക, 2 മലക്കുകൾ സാക്ഷിയാ. അങ്ങനെ പറയാൻ പറഞ്ഞതുകൊണ്ടാണ്. അത് പറയുമ്പോൾ ഒരു പേടിയുണ്ടാകും. അല്ലാതെ ചുമ്മാതെ ഞാൻ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോവാ അങ്ങോട്ടെങ്കിലും നിങ്ങൾ പൊക്കോ, അസ്സലാമു അലൈക്കും പൊക്കോ, എനിക്ക് കടയുണ്ട്, എനിക്ക് പച്ചക്കറി കടയുണ്ട്, എനിക്ക് മില്ലുണ്ട്, എനിക്ക് ഓട്ടോടാൻ പോകണം, എനിക്ക് വീട് വെക്കാൻ പോകണം, എനിക്ക് ചെരുപ്പ് കടയുണ്ട്, എനിക്ക് പെണ്ണും പിള്ള മക്കളും ബേക്കറി തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് പ്ലംബിങ്ങിനും വയറിങ്ങിനും പോകണം. ഒരു പരിപാടി നടക്കില്ല. എനിക്കിത് അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കാൻ ഞാൻ തയ്യാറാ, ഞാൻ സമയം കണ്ടെത്തും, അൽഹംദുലില്ലാ എന്ന് മനസ്സുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഇല്ലെങ്കിൽ പോയി കിടന്ന് കച്ചവടം ചെയ്തോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ വടി കൊടുത്തടി വാങ്ങണേ? എന്താ നസറണ്ണ സീറണ്ണ അല്ലേ? എന്താ അലിശോക്കില്ലേപ്പാ? നമ്മളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അൽഹംദുലില്ലാ, കുറ്റപ്പെടുത്തലല്ല. നമ്മൾ ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരാമെന്ന് ജോലി ഏറ്റിട്ടുണ്ട്. വെള്ളിയാഴ്ച വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഇങ്ങോട്ട് വരണേ?